നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ആഫ്രിക്കൻ മൂസിനെ പിടിക്കാൻ വേണ്ടി വന്നാട്ടാ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമുക്ക് കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിലോപ്പി അധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഗണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് പിലോപ്പി ഒന്നും കാര്യമായിട്ട് കാണാനായിട്ട് പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ കയ്യിലുള്ള കോട്ടലൊക്കെ എടുത്ത് നമ്മൾ നേരെ ഹുക്കിൽ കയറ്റാനായിട്ടാണ് പോണേ. ആഫ്രിക്കൻ മൂസിനെ പിടിക്കാൻ ഏറ്റവും ബെറ്റർ ഈ സാധനം തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പം നിന്നാലും നമുക്ക് ആഫ്രിക്കൻ മൂസൊക്കെ കിട്ടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറേ കിട്ടിയെങ്കിൽ ഈ പ്രാവശ്യം നല്ല രീതിക്ക് കുറവായിരുന്നു എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ മുന്നേ ചാട്ടം വെച്ച് പിടിച്ചുകൊണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കോഴിക്കോട്ടിലിട്ട് നമ്മൾ നേരത്തെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പട്ടവടി കുത്തി വെച്ചിട്ട് അതുമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ആശാനെ കൊത്തുമ്പിക്കും വലിച്ചു കൊണ്ടുപോകും. ഒരു കൊത്തിൽ കണ്ടപ്പോൾ നമ്മൾ നേരത്തെ വലിച്ചു കയറ്റി എടുക്കാനായിട്ട് പോണേ. നല്ല കൊത്തുണ്ടായിരുന്നു. ഇവിടെ ഞാൻ നല്ല രീതിക്ക് ആമയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഏത് മീനെ കൊത്തണമെന്ന് അറിയില്ല. ഇടയ്ക്ക് ആമേനൊക്കെ നമുക്ക് കിട്ടി ആദ്യം. പിന്നെ വലിച്ചു കയറ്റി എടുത്തപ്പോൾ ഈ ഒരു കരിപ്പിടി ആയിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്കൊരു കൊമ്പനെ കിട്ടിയിട്ട് നമ്മൾ എന്തായാലും ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇവനെ കിട്ടി നമ്മൾ നേരെ കവറിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോൾ കേട്ടോ അവർ ആരടിക്കണാണ്ടിട്ട് നമ്മൾ ഗണ്ണും കൊണ്ട് പോയത്. അവിടെയാണ് ഒരു കുഞ്ഞുങ്ങൾ ഇവന്മാരെ വളർച്ച വെച്ച് നോക്കുമ്പോൾ ഈ അടുത്ത് തന്നെ ഇവിടെ മുട്ടിട്ട് വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത് തന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോയില്ല. ഇതിൻ്റെ തള്ളിൻ തന്തൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നല്ല രീതിക്ക് ആഴം കുറവായിരുന്നു. ആരും വന്നാലും ഇതിനൊക്കെ കൊണ്ടുപോകാണ്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ ചെറിയൊരു ആമക്കുട്ടീനെ കിട്ടിയിട്ടാ. അതിന് നമ്മൾ വലിച്ചെടുത്തപ്പോൾ അവൻ്റെ കാലിമേണ് ഹുക്ക് കയറി പോയിട്ടാണ്. ഇവനാണെങ്കിൽ നമ്മുടെ കോട്ടലിട്ട് നല്ല രീതിക്ക് തിന്നാൻ നോക്കണ്ടാന്ന് കേട്ടോ. നമ്മൾ ആദ്യം ആഫ്രിക്കൻ മൂസ എന്ന് വെച്ചാൽ പിന്നെ അവനെ നേരെ നമ്മൾ വെള്ളത്തിൽ കിട്ടുന്നുണ്ട്. പോകാണ്ടായപ്പോൾ നമ്മൾ അവൻ്റെ മൂട്ടിൽ ചെറിയൊരു തട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആശാൻ്റെ വീടിയായിട്ട് നമ്മൾ ഓടിപ്പോയതാട്ടോ. ആശാന് കിട്ടിയെന്ന് കണ്ടിട്ട് ഒരു ആഫ്രിക്കൻ മൂസ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. 2 കിലോൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് വലുതൊക്കെ ഇതിൽ കിടക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ആകെ ഒരു വട്ടം നമ്മൾ വന്നിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം. അത് തന്നെ പിന്നെ എങ്ങനെയൊക്കെ മീൻ പിടിച്ചുകൊണ്ടായെന്നൊന്നും അറിയില്ല നമുക്ക്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ആശാൻ്റെ ഹാപ്പി ഉണ്ട്. അല്ല ഞായറാഴ്ച ആശാനെ കൊണ്ടുവന്ന മീൻ കിട്ടാറില്ല കേട്ടോ നമുക്ക്. അങ്ങനെ ഈ ഞായറാഴ്ച മീൻ പിടുത്തത്തിൽ ആശാൻ തൂക്കിയിട്ട് കേട്ടോ മീനെ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറ്റിക്കാടിൻ്റെ ഉള്ളിൽ നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ കണ്ട. ഇതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ തന്തിയും തള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അതുതന്നെ നമ്മൾ അവനൊന്നും ചെയ്യാനായിട്ട് നിന്നില്ല, നേരെ മാറിപ്പോയി. അത് കഴിഞ്ഞപ്പോഴായിട്ട് അതിൻ്റെ അടുത്ത് വന്ന് വേറെ ഒരു ആഫ്രിക്കൻ മൂസ നല്ല രീതിക്ക് മറിഞ്ഞു പോയി കുട്ടികളെ കണ്ടിട്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആശാൻ്റെ ചൂണ്ടാകുമ്പോൾ നല്ലൊരു കൊമ്പനടിച്ച് കണ്ടേ. കൊമ്പനെ വലിച്ചെടുത്തപ്പോഴായിട്ട് ആശാനെ ഞെട്ടിപ്പോയ. വേറെ ഒന്നല്ല, നമുക്ക് നേരത്തെ കിട്ടിയ ആമയില്ലേ അതിൻ്റെ തന്തയും തള്ളിയാന്ന് തോന്നുന്നുണ്ട്. ഇതേപോലത്തെ കൊറോണ അതിൽ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇവന്മാർ ആഫ്രിക്കൻ മൂസാന്ന് വെച്ചാൽ നമ്മൾ കുറേ വലിച്ചു കയറ്റുന്നുണ്ട്. ഇവന്മാർ തീറ്റ എടുക്കില്ല, അതിമിട്ട് കളിക്കുകയും ചെയ്യും. അവസാനം നമ്മുടെ കൂട്ടുകാരൻ വന്ന് അതിന് ഹുക്ക് നൂരെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തുള്ള ചെറിയൊരു തടത്തേക്ക് നമ്മൾ അവനെ നേരെ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ആശാൻ കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആശാൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കുറച്ച് നേരം എടുത്ത് കൊടുത്തു കേട്ടോ. നമ്മൾ ആദ്യം ഇത് ഡെഡായി പോയെന്ന് വെച്ചാൽ ആശാന്തി വാല്യൂമ പിടിച്ച പിന്നെ ആശാൻ കിടന്ന് പെടഞ്ഞു കേട്ടോ. അങ്ങനെ അവനെ നമ്മൾ നേരത്തെ കവറിലാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വീട്ടിലേക്ക് പോകാൻ നല്ല രീതിക്ക് പാമ്പോളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ വീഡിയോ എത്ര ഉള്ള ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.